ലോട്ടറി എടുത്ത് എന്തായാലും ഇത് മേടിക്കാൻ പറ്റത്തില്ല. ബാഗേജ് ക്ലെയിം ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. പ്ലാൻ അനുസരിച്ച് അന്നക്കൊച്ചിനെ നമ്മൾ എണീപ്പിക്കുന്നില്ല. അന്നക്കൊച്ച് എണീച്ച് വരുമോ? ഉറപ്പല്ലേ? അവളുടെ റൂം ഏതാ? ഇതിനകത്ത് ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നക്കൊച്ചിനും ലൂക്കാപ്പിക്കും സർപ്രൈസ് ആണ്. ഹലോ അന്നക്കൊച്ചേ. അപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് കാണാം. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെബിൻ സിറേഖ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീ. പണ്ട് അച്ചാച്ചനൊക്കെ കാനഡയിൽ നിന്ന് സാൽമൺ പിടിക്കുന്ന ഒരു വീഡിയോ ഇട്ടപ്പോഴേക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ കമന്റുകൾ വന്നു അമേരിക്കയിൽ പോയിട്ട് മീൻ പിടിക്കാവുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു മാസം കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോഴേക്ക് നമ്മുടെ കിളിക്കൂട്ടിലെ കുളത്തിൽ മീനുകളുടെ ബഹളമായിരിക്കും കേട്ടോ. ഇന്ന് April 20 സമയം ഇപ്പോൾ 6 മണിയായി. ആരൊക്കെയാണ് കൊണ്ടുവിടാൻ വരുന്നത്? ജിനോസിനും പപ്പേ. അപ്പോൾ മമ്മി പോയിട്ട് കേട്ടോ. ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും അന്നക്കൊച്ചും ലൂക്കാപ്പി അച്ചാച്ചനും എല്ലാവരും കേട്ടോ. ഞാൻ വരുമ്പോഴേക്ക് ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴേ ഓട്ടം ചാട്ടമായിരിക്കും കേട്ടോ. നമ്മളിവിടുന്ന് ഫസ്റ്റ് നെടുമ്പാശ്ശേരിക്കാണ്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഫ്ലൈറ്റ് എത്ര മണിക്ക് അറിയോ? വെളുപ്പിനെ 4 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ 1 മണിക്ക് എയർപോർട്ടിൽ എത്തും. അതിന് മുമ്പ് നമുക്ക് രണ്ടുപേരെ കാണാനുണ്ട്. അഞ്ജുനെ പിന്നെ നമ്മുടെ കുഞ്ഞുമരത്തിനെ കാണണം. രണ്ടുപേരോടും ബൈ പറയാനുണ്ട്. ഇപ്പോൾ അങ്ങോട്ടാ പോയിട്ടേ മമ്മി പോയിട്ടാ. അച്ചാച്ചൻ ലൂക്കാപ്പിക്ക് ഉമ്മ കൊടുത്തേക്കാം കേട്ടോ. അന്നക്കൊച്ചിനും ചേച്ചിക്കുള്ള ഉമ്മ പോവാണേ. ബൈ ബൈ. ജിനോസിനാണെങ്കിൽ വണ്ടി തിരിക്കുവാണ് കേട്ടോ. ലൂക്കാപ്പിയുടെ എല്ലാം പറയാനുണ്ടോടാ? അന്ന ചേച്ചി ലൂക്കാപ്പി അങ്ങോട്ടേ കണ്ടിട്ടില്ല കേട്ടോ. എല്ലാവർക്കും ഉമ്മ പാഴ്സൽ ഞാൻ കൊടുത്തേക്കാം. അപ്പൊ പപ്പേ കയറിക്കോ. പിണ്ടി കയറാം. ഞാൻ പിണ്ടി കയറാം. സമയം ഇപ്പൊ കണ്ടല്ലോ 6:15. ബൈ ബൈ. ശോഭ ഇവിടുന്ന് നല്ല കുരയ്ക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വിളിക്കാം. അന്നക്കൊച്ചിനോടൊന്നും പറഞ്ഞേക്കല്ലോ കേട്ടോ. അതുപോലെ തന്നെ ഇതിനകത്ത് ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നക്കൊച്ചിനും ലൂക്കാപ്പിക്കും സർപ്രൈസ് ആണ്. അവരോട് പറയാതെയാണ് യൂസിന് ചെല്ലുന്നത്. രണ്ടുപേരും നമ്മൾ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ബൈ 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 ബൈ. ഇവിടുന്ന് നമ്മൾ ഫസ്റ്റ് പാല തീക്കോയി പോയി കുഞ്ഞുമരത്തിന് അഞ്ജുനെ കാണണം. കുഞ്ഞിപ്പെണ്ണെ ഇത് കേട്ട് ചിരിക്കുവാണോ? കുഞ്ഞിപ്പെണ്ണെ കുഞ്ഞുമറിയും എല്ലാരും ചോദിച്ചു കുഞ്ഞുമറിയും എന്നാർക്കുമാണ്. കുഞ്ഞുമറിയും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഒത്തിരി നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും ചോദിച്ചല്ലോ. എല്ലാവരോടും പറഞ്ഞ് മിടുക്കിയായിട്ടിരിക്കുവാന്ന്. അപ്പൊ പോയിട്ട് വരാട്ടോ. വലിയ മീമീനെ പിടിച്ചോണ്ട് തരാൻ കേട്ടോ. മിടുക്കിയായിട്ടിരുന്നോടെ കേട്ടോ. പോയിട്ട് ബൈ ബൈ. പോയിട്ട് വന്നിട്ട് കാണാം. ഉടനെ കാണാം. എന്തെങ്കിലും സ്പെഷ്യൽ മേടിച്ചോണ്ട് വരാനുണ്ടോന്ന്? ബൈ ബൈ. ഗുഡ് നൈറ്റ്. അങ്ങനെയുണ്ടല്ലോ നമ്മൾ അവിടുന്ന് നേരെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ടെർമിനൽ 3 എന്നാണ് എൻ്റെ ഫ്ലൈറ്റ്. നമ്മൾ പാർക്കിങ്ങിനകത്തേക്ക് വണ്ടി കയറ്റിയിട്ടുണ്ട്. അങ്ങേ സൈഡിൽ എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യാം. എനിക്ക് ആപ്പാടെ 2 ലഗേജേ ഉള്ളൂ. നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് കേട്ടോ. ഫ്ലൈറ്റ് 3:50 അന്നക്കൊച്ചിന്റെ എക്സ്പെക്ട് ചെയ്യുമോ? ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. ഉറപ്പായിട്ടും ആണല്ലേ? അന്നക്കൊച്ചിന് എങ്ങനെയാണ് സർപ്രൈസ് ചെയ്യുന്നതെന്ന് എനിക്കൊരു പ്ലാൻ ഉണ്ട്. ഞാൻ അവിടെ ചെന്നിട്ട് പറയാം. പോയിട്ടാ അച്ഛനാണ് അന്വേഷണം പറയാം. പോയിട്ടാ ബൈ ബൈ. അവിടുത്തെ സാൽമണ്ണൊക്കെ പിടിച്ച് അന്നക്കൊച്ചിനോട് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? അപ്പോൾ ഞാനിപ്പോൾ ഇനി ഇവിടുന്ന് അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട്. ഞാൻ നേരെ കയറി ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോകണം. ബാക്കി നമുക്ക് ഗേറ്റിൽ ചെന്നിട്ട് കാണാം. അങ്ങനെ ഫൈനലി നമ്മൾ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഞാനൊരു ബർഗർ ഓർഡർ ചെയ്താണ്. ഭൂലോക ദുരന്തമായിരുന്നു കണ്ടോ. എൻ്റെ പെപ്സി ഇവിടെ മൊത്തം വീണ് പാൻറ്റയിലും ഷർട്ടിലും ഒക്കെ വീണ്. യൂഷ്വലി ഞാൻ ഈ പെപ്സി കഴിക്കത്തില്ലാതാണ്. പക്ഷേ എന്തെങ്കിലും കുടിക്കാൻ വേണമെന്നുള്ളത് ഓർഡർ ആണ്. പക്ഷേ അതെനിക്ക് പണിയായി. ഇവിടുന്ന് നമ്മുടെ ഫ്ലൈറ്റ് 3:55 ഖത്തർ എയർവേസിനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ഒരു ബർഗർ കഴിച്ചിട്ട് നമ്മൾ നേരെ ഗേറ്റിലേക്ക് പോകണം. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞു. 2:55 നമ്മുടെ ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ഗേറ്റിൽ എത്തിയിട്ടുണ്ട്. 2ാമത്തെ ഗേറ്റ് ആണ് നിങ്ങൾ ഈ കാണുന്ന. ഫുള്ള് തിരക്കാണ് കേട്ടോ. നമുക്ക് ഇരിക്കാനുള്ള സ്ഥലമൊന്നും. പക്ഷേ ഒരു അരമണിക്കൂറിനുള്ളിൽ ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് എല്ലാവരും ഒക്കെ സൈഡ് നിൽക്കുന്നു. സീറ്റുകളൊന്നും ഫ്രീ അല്ല. നമ്മുടെ ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ 3 സോ അപ്പോൾ എന്തൊരു വിളിച്ചിട്ടില്ല, 2 പേരെ വിളിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ ചേച്ചിനെ കണ്ടിട്ടുണ്ട്. ചേച്ചിയുടെ പേര് വിൻസി, പിള്ളേരുടെ പേര്. അപ്പോൾ എൻ്റെ അന്വേഷണം പറയാം കേട്ടോ. താങ്ക് യു സോ മച്ച്. ആണല്ലേ? എനിക്ക് ഒത്തിരി മാക്സിമം നന്നായിട്ട് ചെയ്യാം കേട്ടോ. താങ്ക്സ്. Thank you so much. Thank you. Hi, thank you. Thank you. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിനകത്ത് കയറിയിട്ടുണ്ട്. എൻ്റെ സീറ്റ് 25D ആണ് കേട്ടോ. നമ്മളിപ്പോൾ 18 ആയതേ ഉള്ളൂ. എൻ്റെ ഫ്ലൈറ്റ് നമ്മുടെ സബ്സ്ക്രൈബറെ കണ്ടിട്ടുണ്ട്. ആളുടെ പേര് അർഷാദ്. കാനഡയിൽ സ്റ്റുഡൻ്റ് ആയിട്ട് പോകണല്ലേ? ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു. ഇപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റോപ്പ് ദോഹ. അങ്ങനെ ഫൈനലി നമ്മൾ ദോഹയിൽ എത്തിയിട്ടുണ്ട്. ഫുൾ ഉറക്കമായിരുന്നു കേട്ടോ. ഞാൻ കയറിയപ്പോൾ തൊട്ട് ഉറക്കമായിരുന്നു. ഇവിടെ വരെ എത്തി ഞാൻ അറിഞ്ഞില്ല. ടേക്ക് ഓഫ് പോലും ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ഫ്ലൈറ്റ് 7:55 പക്ഷേ ഇവിടെ സമയം 6 മണി. ഐഡിയയിൽ 1 മണിക്കൂറുള്ളൂ ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു സെക്യൂരിറ്റിയും ഉണ്ട്. എത്രയും പെട്ടെന്ന് ഇവിടുത്തെ സെക്യൂരിറ്റിയും കഴിഞ്ഞിട്ട് എനിക്ക് നേരെ നമ്മുടെ ഗേറ്റിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബർ കണ്ടിട്ട് ആളുടെ വീട് ഏറ്റുമാനൂർ അല്ലേ? ഏറ്റുമാനൂർ കോതനല്ലൂരാണ് വീട്. ഖത്തറിലേക്കാണല്ലേ? ഓക്കെ, അപ്പോൾ കാണാം. ഓക്കെ, താങ്ക് യു. പേരെന്തായിരുന്നു? സോജിൻ. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ ഇവിടുത്തെ സമയം വരെ എനിക്കൊരു വഴിയില്ല. എനിക്ക് തോന്നുന്നു 6 മണിയാണെന്നാണ്. നെക്സ്റ്റ് ഇനിയിപ്പോൾ എൻ്റെ ഫ്ലൈറ്റ്
QR777 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഫ്ലൈറ്റിന് ഇൻഫർമേഷൻ ഉണ്ട്. C8. താങ്ക് യു. നമ്മുടെ അടുത്ത കണക്ഷൻ C8ലാണ്. പോകുന്ന വഴി നമ്മുടെ സബ്സ്ക്രൈബറെ കണ്ടിട്ട് ടോബിൻ ഇറ്റലിക്ക് പോകുന്നു ആണല്ലേ. ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞ ഫ്രണ്ടിന്റെ പേരെന്താ? പേര് അജേഷ് ബാബു. അപ്പോൾ അജേഷ് അപ്പോൾ താങ്ക് യു സോ മച്ച് കേട്ടോ. അപ്പം ബ്രോ ഹാപ്പി ജേണി. അപ്പോൾ കാണാം കേട്ടോ. ഓക്കെ ബൈ. ഇനിയിപ്പോൾ നമുക്ക് ഈ പറയുന്ന ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ ഗേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഖത്തറിൽ വരുമ്പോഴേക്ക് ഏറ്റവും കൂടുതൽ സമയം ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കാണാനായിട്ടാണ്. ലോട്ടറി എടുക്കുവാണെങ്കിൽ അടിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു കാര്യമില്ല, ലോട്ടറി എടുത്ത് എന്തായാലും ഇത് മേടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പ്രതീക്ഷയില്ല. മേടിക്കുവാണെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് മേടിച്ചിട്ട് കാര്യമില്ല. ലോട്ടറി എടുത്താലുള്ള പൈസ കൂടെ കളയാനേ ഉള്ളൂ. C8 ഞാൻ ഇവിടുന്ന് കണ്ടു. അപ്പോൾ ഇതാണ് ഗേറ്റ് C8. ഇവിടെ ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തില്ലോ എന്ന് അറിയത്തില്ല. എന്താണ് ഞാൻ ജോലി ഇരുന്നിട്ടാണ് പോകുന്നത്. നമ്മുടെ ബോർഡിംഗ് പാസും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുക. ഫസ്റ്റ് ഇതാണ് എൻ്റെ ബോർഡിംഗ് പാസ് വരുന്നത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ബോർഡിംഗ് ചെയ്യാം. അങ്ങനെ ഗേറ്റ് ഓപ്പൺ ആയിരുന്നു. നമ്മുടെ ബോർഡിംഗ് കഴിഞ്ഞ് ഞാനിപ്പോൾ Zone 2 വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇവിടുന്ന് 8 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. ഇപ്പം 7 മണി ആയതേ ഉള്ളൂ. ചിലപ്പോൾ ഒരു 7:35 ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ മിയാമിന്ന് അറ്റ്ലാന്റയാണ് എൻ്റെ ബ്രദർ ചെയ്യുന്നത്. നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തുള്ളൂ. സോൺ നമ്പർ 2 വിളിച്ചിട്ടുണ്ട്, 1 and 2. അങ്ങനെ നമ്മുടെ ബോർഡിംഗ് കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ വേണ്ടി പോകണം. എനിക്ക് തോന്നുന്നു എൻ്റെ ഐൽ സീറ്റ് ആണെന്ന് തോന്നുന്നു. 35D ആണ് എൻ്റെ സീറ്റ്. ഗുഡ് മോർണിംഗ്, വെൽക്കം ഓൺ ബോർഡ് സ്ട്രേറ്റ് ആൻഡ് ദെൻ ടർക്കി. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ്, സോറി ഇവിടുന്ന് അകത്തേക്കാണ്. ബോർഡിംഗ് പാസ് ഒക്കെ തൽക്കാലം അവിടെ ഇരിക്കട്ടെ. ഇവിടുന്ന് 37H ആണ് നമ്മുടെ സീറ്റ് കേട്ടോ. 25 നമ്മൾ ഏകദേശം 20-ാം തീയതി തന്നെ വൈകിട്ട് 4:30 ആകുമ്പോഴേക്കാണ് നമ്മൾ മിയാമിൽ എത്തുന്നത്. അവിടെ നിന്ന് എനിക്ക് ഒരു കണക്ഷൻ കൂടെ ഉണ്ട്. അതെനിക്ക് വൈകിട്ട് 9 മണിക്കാണ്. എനിക്ക് ഇവിടുന്ന് ഫ്ലൈറ്റിൽ കയറിയിട്ട് വേറെ പരിപാടിയൊന്നുമില്ല. ഞാൻ ഫുൾ ഉറങ്ങാൻ വേണ്ടി പോകണം. കാരണം ചെന്നതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മൾ ഒരു ദിവസം പോലും വേസ്റ്റ് ആക്കുന്നില്ല. എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ ഫ്ലൈറ്റിൽ ഉറങ്ങിയിട്ടില്ല. ഫുൾ ഉറക്കം. ഇപ്പോൾ സമയം എത്രയാണെന്ന് പോലും എനിക്കൊരു ഐഡിയ ഇല്ല. എന്താണേലും അവർ ഫുഡ് സെർവ് ചെയ്യുന്ന സമയമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോഴും ദേഹത്ത് തട്ടി. അങ്ങനെയാണ് എണീറ്റ്. നല്ല തണുപ്പുണ്ട്. ഫ്ലൈറ്റ് ഇരുന്നിടത്ത് ഞാൻ ഒരു പ്രാവശ്യം വാഷ്റൂമിൽ പോയി എണീറ്റുള്ളൂ. അത് പിന്നെ എണീറ്റിട്ടേ ഇല്ല. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് മീൻ പിടിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഫിഷിംഗ് ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. ഉറപ്പായിട്ട് നമ്മൾ ചെയ്യും. കുറച്ച് സമയം എടുത്താണെങ്കിലും പയ്യാണെങ്കിലും നമ്മൾ ചെയ്യും കേട്ടോ. ടൈം നോക്കേണ്ടത് ഫുൾ അറബി, ഒന്നും മനസ്സിലാകുന്നില്ല. That your seat back is that way. Your remote control and tray table is placed back, and your window blinds are open. Emergency exit and first row seat. I remind us to keep the area clear of all items. ഏകദേശം 15 മണിക്കൂറിന് ശേഷം നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഡിസെൻഡിങ് സ്റ്റാർട്ട് ചെയ്യുന്ന അനൗൺസ്മെന്റ് വന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും വിൻഡോ ബ്ലൈൻഡ്സ് ഒക്കെ ഓപ്പൺ ആക്കി വെക്കാൻ പറഞ്ഞു. സീറ്റ്സ് ഒക്കെ നേരെ വെച്ചു. നമ്മുടെ ട്രേ ഒക്കെ നമ്മൾ മടക്കി വെക്കണം. ورجعت المناخ الجامعة بتاعتكم قبل مغادرة الطائرة. The local time here is 4:44 in the afternoon. അങ്ങനെ ഫൈനലി നമ്മളിത് മിയാമി ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഏകദേശം 15 മണിക്കൂർ എൻ്റെ ലൈഫിൽ ഇതുവരെ ഉള്ളതിൽ ഏറ്റവും ലോങ്സ്റ്റ് ജേർണിയാണ്. അപ്പോൾ ഇവിടുത്തെ സമയം 4:45 പറഞ്ഞത്. എനിക്കിനി അടുത്ത കണക്ഷൻ 9:30. പക്ഷേ 9:30 എൻ്റെ കണക്ഷൻ ഫ്ലൈറ്റ് എങ്കിലും എനിക്ക് ഫസ്റ്റ് ഇവിടുന്ന് നമ്മുടെ യാത്ര ഇനി ഇവിടുന്ന് എങ്ങോട്ടാണെങ്കിലും നമ്മൾ ഫസ്റ്റ് ക്ലിയർ ചെയ്യേണ്ട ഇമിഗ്രേഷൻ ആണ്. അപ്പോൾ ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക് ആണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് US വിസ കിട്ടിയിട്ട് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും ഈ പറഞ്ഞ US വിസ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരോ അല്ലെങ്കിൽ US വിസ എടുത്തു കഴിയുമ്പോഴേക്കും എന്നോട് പലരും ഇമെയിൽ ആയിട്ട് ചോദിച്ചായിരുന്നു എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഇമിഗ്രേഷനിൽ എന്നോട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് പറയാം. അതുപോലെ തന്നെ മിയാമി എന്ന് കേൾക്കുമ്പോഴേക്കും നമ്മുടെ മലയാളികൾക്ക് ഓർമ്മ വരുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഡയലോഗ് ഉണ്ട്. ഇപ്പം മിയാമിന്ന് അറ്റ്ലാന്റയ്ക്ക് ഹൗ മെനി കിലോമീറ്റേഴ്സ് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്താണെങ്കിലും ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്യണം. അതാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക്. ഒന്നും മറന്നു വെച്ചിട്ടില്ലല്ലോ, ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ നല്ലതായിരിക്കും. Good afternoon, ladies and gentlemen. On behalf of Qatar Airways, we would like to welcome all crew and passengers to Miami International Airport Terminal E. അപ്പോൾ നമ്മൾ ഇനി ഇപ്പോൾ ഇവിടുന്ന് നേരെ ഫ്ലൈറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോകണം. അതിനുശേഷം ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് ബാഗേജ് കളക്ട് ചെയ്യണം. ബാഗേജ് കളക്ട് ചെയ്തിട്ട് ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ എനിക്ക് ബാഗേജിന് എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും മിക്കവാറും. കാരണം എൻ്റെ ക്യാബിൻ
അവർ പറയുന്ന ഡയമെൻഷൻ ആണെന്ന് എനിക്ക് അറിയത്തില്ല. അവരൊരു മെഷർമെന്റ് തന്നിട്ടുണ്ട്, പക്ഷെ അതാണോന്ന് എനിക്ക് അറിയത്തില്ല. താങ്ക് യു, ബൈ. അപ്പോൾ മിയാമി എയർപോർട്ടിലോട്ട് കയറുകയാണ്. ഞാൻ ജസ്റ്റ് എയർപോർട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ ഒഫീഷ്യലായിട്ട് നമ്മൾ ഫിഷിങ്ങിന് വേണ്ടിയിട്ട് പുതിയൊരു രാജ്യത്ത് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് ഇമിഗ്രേഷൻ. അപ്പോൾ ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ലഗേജ് കളക്ട് ചെയ്യണം. ഇമിഗ്രേഷനിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. എയർപോർട്ട് അത്ര തിരക്കുള്ള എയർപോർട്ടൊന്നുമല്ല. ഇവിടെ എന്താണ് ഒരു ആൾക്കൂട്ടം. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ട്രെയിൻ മാത്രമേ ഉള്ളൂ തോന്നുന്നു. എല്ലാവരും വെയിറ്റിംഗ് ആണ് നമ്മുടെ ഫ്ലൈറ്റ് വന്നത്. അപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് ഇമിഗ്രേഷനിലേക്കായിരിക്കും പോകുന്നത്. നമുക്കൊരു ഐഡിയ ഇല്ല. ഇവിടുന്ന് വേറെ നടന്നു പോകാനായിട്ട് വേറെ ഓപ്ഷൻസും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. അത്യാവശ്യം വലിയൊരു എയർപോർട്ടാണ് കേട്ടോ. അനൗൺസ്മെന്റ് പറഞ്ഞ അടുത്ത സ്റ്റോപ്പാണ് ബാഗേജ് ക്ലെയിമും അതുപോലെ കണക്ഷൻ ഫ്ലൈറ്റ്. നമ്മൾ എന്തായാലും ഇവിടെ ഇറങ്ങുവാണ് കേട്ടോ. ഏത് സൈഡാണ് തുറക്കുന്നത് നോക്കാം. ഇവിടുന്ന് അത്യാവശ്യം നല്ല തിരക്കാണ്. ഇതുണ്ടോ ഇമിഗ്രേഷൻ ഇവിടെ പാസ്പോർട്ട് കൺട്രോൾ എന്നാണ് പറയുന്നത് തോന്നുന്നു. കാരണം ഞാൻ എല്ലായിടത്തും കാണുന്ന ബോർഡ് പാസ്പോർട്ട് കൺട്രോൾ എന്നാണ്. അങ്ങനെ എന്റെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് ഞാൻ നമ്മുടെ ബാഗേജ് കളക്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്പർ 2-ലാണ് കേട്ടോ, ബെൽറ്റ് നമ്പർ 2-ൽ. ഞാനാണെങ്കിൽ എൻ്റെ അടുത്ത് വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ നിങ്ങളോട് പറയാനൊക്കെ വിചാരിച്ചിരിക്കും. പക്ഷേ എന്നോടൊന്നും ചോദിച്ചില്ല. എൻ്റെ ഫ്രണ്ടിൽ പോയവരോടൊക്കെ കുറേ നേരം നിർത്തി ചോദിച്ചായിരുന്നു, പക്ഷേ എന്നോടൊന്നും ചോദിച്ചില്ല. എന്താണെന്ന് അറിയത്തില്ല. ഞാൻ വലിയ കാര്യത്തിൽ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടെന്നൊക്കെ വിചാരിച്ച് നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരട്ടെ എന്ന് വിചാരിച്ചാണ്. പക്ഷെ ഒന്നും വന്നില്ല. നമ്മൾ ബാഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഒരു നീല റിബൺ കെട്ടിയ ബാഗ് വരുന്നുണ്ട്. നീല റിബൺ എല്ലാവർക്കും കാണും, അതുകൊണ്ട് പേരൊന്നും കൂടെ ചെക്ക് ചെയ്തേക്കാം. അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ചൂണ്ടയും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ എൻ്റെ ഫിഷിംഗ് റോഡ് ഇവിടെ വരാൻ ചാൻസ് ഇല്ല. അത് ഓവർ സൈസ്ഡ് ബാഗേജ് ആണ്. അപ്പോൾ അത് എവിടെയാണ് വരുന്നത് ആരെങ്കിലും ചോദിക്കണം. എൻ്റെ റോഡ് ഇവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് കണക്ഷൻ ഫ്ലൈറ്റ്സ് എല്ലാം സ്ട്രെയിറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. എക്സിറ്റ് കണക്ഷൻ ഫ്ലൈറ്റ്സ്. ഇവിടുന്ന് പിന്നെ ഫ്ലൈറ്റ് ടൈം മതിയില്ല. 2 മണിക്കൂർ 2.5 മണിക്കൂർ എന്തോ ഉള്ളൂ. കണക്ഷൻ ഫ്ലൈറ്റിന്റെ അപ്ഡേഷൻ ഈ ഒരു ബോർഡിൽ കാണും. എന്തായാലും നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മുടെ ഫ്ലൈറ്റ് ആ ഒരു സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ട് 1826 ആണ്. G8 ഓൺ ടൈം കാണിക്കുന്നുണ്ട്. ഞാൻ ഓർത്ത് ബാഗേജ് ഡ്രോപ്പ് സ്പിരിറ്റ് എന്ന് പറയുമ്പോഴേക്കും നേരെ ഇങ്ങ് വന്നിട്ട് ബാഗേജ് ഡ്രോപ്പ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ ഫുള്ള് കൗണ്ടേഴ്സ് ആണ്. ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 1/2 മണിക്കൂറായി. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഡൊമസ്റ്റിക്കിൽ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ബാഗേജ് ഒക്കെ സ്ക്രീൻ ചെയ്തു. 8 മണിയാകുന്നു കേട്ടോ. പക്ഷേ 8 മണിയായാലും നിങ്ങൾ പുറത്തേക്ക് നോക്കുകയാണെന്നുണ്ടോ നല്ല വെട്ടമുണ്ട്. ഫ്ലൈറ്റ് ലേറ്റ് ആണെന്ന് തോന്നുന്നു. 9:30-ക്കാണ് ആക്ച്വലി ഫ്ലൈറ്റ് എടുക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ 9:30 ബോർഡിംഗ് ചെയ്തപ്പോൾ. അപ്പോൾ മിക്കവാറും ഫ്ലൈറ്റ് എടുക്കുമ്പോഴേക്കും ഒരു 10 o'clock അല്ലെങ്കിൽ 10:15 ആവും. ചെറിയ ഫ്ലൈറ്റ് ആയിരിക്കും കേട്ടോ, ഡൊമസ്റ്റിക് അല്ലേ. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി പോകണം. അങ്ങനെ ഫൈനലി നമ്മൾ ബോർഡിംഗ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സമയം കറക്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, 9:30 ആക്ച്വലി 9:30 ഫ്ലൈറ്റ് എടുക്കണ്ടായിരുന്നു. അപ്പോൾ മിക്കവാറും ഡിലേ ആയിരിക്കും. 10 മണി 10 എടുക്കും. എനിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും ഫ്രണ്ടിലത്തെ സീറ്റാണ് കേട്ടോ. ഇവിടെ നോക്കി ആക്ച്വലി കോക്പിറ്റ് കാണാം. Seatbelts very fast and keep those aisles clear to the aircraft console. Please stop at the gate and turn to our fastest seatbelt sign. That's your name in case you're free about the cabin. അങ്ങനെ ഫൈനലി നമ്മൾ അറ്റ്ലാന്റയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇത്രയും നേരം ശരിക്കും പറഞ്ഞാൽ യാത്ര ചെയ്ത് നമ്മൾ മിയാമിയിൽ എത്തി. പക്ഷേ ഒഫീഷ്യലായിട്ട് നമ്മൾ ഇതുവരെ ഒരിക്കലും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇറങ്ങാൻ വേണ്ടി പോകണം. ഞാനിപ്പോൾ ജസ്റ്റ് അച്ചാച്ചനെ വിളിച്ചായിരുന്നു. അച്ചാച്ചനെ വിളിച്ചു. അച്ചാൻ പറഞ്ഞത് അച്ചാൻ ഒരു 15 മിനിറ്റ് ഡ്രൈവ് ഉണ്ടെന്ന് പറഞ്ഞേ. നമ്മൾ ഈ അറ്റ്ലാന്റ എയർപോർട്ടിലാണ് കേട്ടോ. ഞാൻ എന്താണെങ്കിലും അറ്റ്ലാന്റ എയർപോർട്ട് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഒത്തിരി ഭയങ്കരമായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഷോപ്സ് ഒക്കെ ഓൾറെഡി ക്ലോസ്ഡ് ആണ്. ഇവിടെ ഇപ്പോൾ സമയം രാത്രി 12 മണിയാണ്. അപ്പോൾ പിന്നെ ഉറപ്പായിട്ട് ഷോപ്സ് ഒക്കെ ക്ലോസ്ഡ് ആയിരിക്കും. ബാഗേജ് ക്ലെയിം ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. Due to construction, all passengers must exit at T gates. The baggage claim and ground. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ ബാഗേജ് കളക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഡൊമസ്റ്റിക് ബാഗേജ് ക്ലെയിം റൈറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. നല്ല തിരക്കാണ് കേട്ടോ. നമ്മൾ നേരത്തെ അവിടെ കണ്ട പോലെയല്ല, ട്രെയിനിൽ ഇറങ്ങിയപ്പോഴേക്കും ഫുള്ള് തിരക്കാണ്. നമ്മുടെ 2ാമത്തെ ബെൽറ്റിലാണ് കേട്ടോ. ഈ വരുന്നതാണ് എൻ്റെ ബാഗ് കേട്ടോ. എനിക്കത് ദൂരെ നിന്നിട്ട് മനസ്സിലാകും. കാരണം ഈ മുഴച്ചിരിക്കുന്ന ഫിഷിംഗ് സാധനങ്ങളാണ്. നമ്മുടെ ലൂർ ബോക്സും കാര്യങ്ങളൊക്കെയാണ്. ഇനിയിപ്പോൾ വരാനുള്ള എൻ്റെ ഫിഷിംഗ് റോഡാണ്. പക്ഷേ അത് മിക്കവാറും ഇവിടെ വരത്തില്ല. കാരണം ഒരു ഓവർ സൈസ്ഡ് ബാഗേജ് ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടി ഒന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മുടെ ബാഗേജും കാര്യങ്ങളൊക്കെ കിട്ടി. അച്ചാച്ചൻ എന്നെ ഇപ്പോൾ വിളിച്ചായിരുന്നു. അച്ചാച്ചൻ സെക്കൻഡ് അവിടെ പോയി നോക്കുമായിരുന്നു. ഞാൻ ഉണ്ടായിരുന്നു കേട്ടോ. ഓൾ സെറ്റ് എല്ലാം കിട്ടി, ഒന്നും പോയില്ല. അത് സാധാരണ എൻ്റെ യാത്രകളിലല്ല എനിക്കൊരു ബാഗേജ് മിസ്സാകുന്ന വെച്ചിട്ട് എനിക്ക് എനിക്ക് തോന്നിയായിരുന്നു. അല്ല അച്ഛനെ കണ്ടില്ല. ഞാൻ നോക്കുമ്പോൾ ഒരു പുള്ളി ഇത് പിടിച്ചോണ്ട് അങ്ങോട്ട് പോകുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് അവര് സ്കാൻ ചെയ്യാൻ കൊണ്ടുപോകുന്നത് 2ാമത്. അതെ, ഞാനിവിടെ കുറെ നേരം കിട്ടി. എന്റെ ഇത് വന്നു, ഇത് ആദ്യം തന്നെ വന്നായിരുന്നു. അല്ല ഞാനിവിടെ ഇപ്പൊ കുറെ നേരമായിട്ട്. എത്ര നേരമായി പോയി അച്ഛൻ നോക്കിട്ട്? അന്ന് ഞാനിവിടെ ഇപ്പണ്ടായിരുന്നു. ഇവിടെ ഇപ്പണ്ടായിരുന്നു. ഒന്ന് പോയേക്കാം. ഞാൻ ഒഫീഷ്യലി ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് പുറത്തിറങ്ങുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ചൂണ്ടയും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇവിടുന്ന് വേണമെങ്കിൽ മീൻ പിടിക്കാൻ പോയാലും അങ്ങനെയാണെങ്കിൽ മീൻ കിട്ടിയോ? ഇല്ലെന്നേ, അവിടെ ചെന്നപ്പോഴത്തേന് അവിടെ ഡാമിന്റെ താഴെയാ, ഡാം തുറന്നു വിട്ടേക്കാ. അപ്പൊ വെള്ളം മൊത്തം ഒഴുകും. ചൂണ്ടയൊക്കെ പുറകെ ഇരിക്കുന്നത് കേട്ടോ. വേണമെങ്കിൽ ഇപ്പൊ തന്നെ മീൻ പിടിക്കാൻ പോകാൻ സെറ്റപ്പിലാണ് അച്ഛൻ വണ്ടിയായിട്ട് വന്നേക്കുന്നത്. നമ്മൾ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പൊ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നേരെ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കണം. അതുപോലെ അന്നക്കോച്ചിനെ സർപ്രൈസ് ചെയ്യുന്നതായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് എണീപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവൾക്ക് മനസ്സിലായില്ലെന്ന് വരും. അവളിങ്ങനെ പ്രോസസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നാളെ അവൾക്ക് സ്കൂളുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു അല്ലേ. അപ്പൊ സ്കൂളിൽ പോയിട്ട് വരുമ്പം അവളെ പിക്ക് ചെയ്യാനായിട്ട് പോകും അല്ലേ. വെൽക്കം ടു ജോർജിയ.
നമ്മൾ അച്ചാച്ചനൊക്കെ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കും. ഈ സ്ഥലത്തിന്റെ പേരെന്നാ വെച്ചാൽ ബ്യൂഫോർഡ്. ശരിയാ കേട്ടോ. അച്ഛൻ്റെ ആദ്യത്തെ വണ്ടി, അച്ഛൻ്റെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള വണ്ടിയാണല്ലേ? അതെ, ടൊയോട്ടയുടെ വണ്ടികൾ അങ്ങനെയാണല്ലോ. അപ്പൊ പ്ലാൻ അനുസരിച്ച് അന്നക്കൊച്ച് നമ്മൾ എണീപ്പിക്കുന്നില്ല. അനക്ക് എണീറ്റ് വരുമോ? ഉറപ്പല്ലേ? അവളുടെ റൂം ഏതാ? പുറത്തൊരു ചെറിയൊരു തണുപ്പുണ്ട്. എടാ ലൂക്കാപ്പി, എടാ നീ ഇത്ര നാളെ നീ ഭയങ്കര മുട്ടനായല്ലോ. മുഖത്ത് നോക്കിയടാ, അവന് മനസ്സിലായി, ആളെ മനസ്സിലാക്കി. പിന്നെ അങ്ങോട്ടാ കയറി കയറി പോന്നേ. അന്ന് ഇതിനു മുമ്പ് കണ്ടപ്പോഴേക്ക് ഇവൻ ചെറുതായിരുന്നു. വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. ഇവിടെ നല്ല ക്ലൈമറ്റ് ആണല്ലോ. ചേച്ചിയാണെങ്കിൽ അടുത്ത ദിവസത്തെ ഫിഷിംഗ് മൊത്തം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ, അല്ലേ? എന്നാ പിന്നെ നാളെ തന്നെ. ഞങ്ങൾ ഒരു ദിവസം പോലും വെയിറ്റ് ചെയ്യുന്നില്ല കേട്ടോ, ഒരു ദിവസം പോലും നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ ഫ്ലൈറ്റ് ഉറങ്ങി തീർത്ത്. എനിക്ക് എന്തൊക്കെയോ ഭക്ഷണത്തിന് മണം വരുന്നു. എവിടെ ചെരുപ്പ് ഇരിക്കുന്നു സാധാരണ. ആണെങ്കിൽ ബീഫ് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതെന്താ ചേച്ചി? പടവലങ്ങ പരിപ്പ്. എനിക്ക് വിശന്നിട്ട് ശരിക്കും പറഞ്ഞ രക്ഷയില്ല. ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇവിടം കൊണ്ട് വൈൻഡപ്പ് ചെയ്യണം. അന്നൊക്കെ മേളിൽ നല്ല ഉറക്കമാണ് കേട്ടോ. ഇന്നത്തെ നമ്മൾ ഇവിടം കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നാളെ അന്നൊക്കെ റിയാക്ഷൻ ആയിരിക്കും അല്ലേ? സെക്കൻഡ് ഡേ അന്നക്കൊച്ച് വരാൻ സമയമായി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ അവൾ സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് അച്ചാച്ചനും ചേച്ചിയും അവരെ പിക്ക് ചെയ്ത സമയത്ത് ഞാൻ പുറകെ കൂടെ വരും. അന്നക്കൊച്ചിൻ്റെ റിയാക്ഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ നല്ല വെയിലാണ്. അച്ചാച്ചനും ചേച്ചിയും ലൂക്കാപ്പി ആ വഴിക്ക് പോകുന്നു. വണ്ടിയൊന്നുമില്ല. അപ്പോൾ അവളുടെ വണ്ടി വരുന്ന അപ്പുറത്തെ സൈഡിലാണ്. അച്ചാച്ചനും ചേച്ചിയും ലൂക്കാപ്പി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് സ്ഥിരമായിട്ട് അന്നക്കൊച്ചിനെ പിക്ക് ചെയ്യുന്ന സ്ഥലത്ത്. ആ കാണുന്ന വഴിയുണ്ടോ, അവിടെ നിന്നാണ് അന്നക്കൊച്ചിൻ്റെ ബസ് വരുന്നത്. ഇവിടെ വരുന്നുണ്ട്. ആ കാണുന്ന യെല്ലോ ബസ്സാണ്. ഞാൻ ജസ്റ്റ് ഒന്നും അറിയാത്ത പോലെ ഇപ്പുറത്തേക്ക് നടക്കുവാണ്. ബസ് ഇപ്പോൾ നമ്മൾ പാസ് ചെയ്ത് പോകും. ഹലോ അന്നക്കൊച്ചേ, എന്താ ഇത് നീ വഴിക്ക് പോകുന്നേ? ഇതെവിടെ പോവാ? എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. ഇതെവിടെ പോന്ന? ഇതെവിടെ പോവാ? എന്നാ കേട്ടില്ല? കിട്ടില്ലെന്ന് വിചാരിച്ചോ? നീ എവിടെ പോയതാ? ഞങ്ങൾ 2 മാസം 3-4 മാസമായിട്ട് പറയുന്നതാ. അയ്യോ ഞാൻ ഓടി മടുത്ത്. അയ്യോ ഇവിടെ ചിലർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. എന്നെ ഒന്നും മിണ്ടാതെ. അന്നെക്കുറിച്ച് വിചാരിച്ചത് ഞാൻ വരുമെന്ന്? ഒരിച്ചിരിയെങ്കിലും 1%, 0.5%. ഒട്ടും വിചാരിച്ചില്ലല്ലോ. ശരിക്കും സസ്പെൻസ് ആയിരുന്നോ? നാളെ മീൻ പിടിക്കാൻ പോണോ? അപ്പൊ അയ്യോ ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ മാത്രം ഇവിടെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലിയ ഹൂഡിയൊക്കെ ഇട്ടുകൊണ്ട് അതിലും ഓടി വരുവാണ്. ലൂക്കാപ്പി ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കി കണ്ടായിരുന്നോ? ലൂക്കാപ്പി ഇടയ്ക്കിടയ്ക്ക് എന്നെ തിരിഞ്ഞു നോക്കിയാണ്. നല്ല ചൂടാണ് കേട്ടോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം. എന്നാണ് കൊച്ചു നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നേ? ടുമോറോ. പോകുന്ന സ്ഥലത്തിന്റെ പേര് ഏതായിരിക്കും? ഗസി. ബിഫോർ ഡാം ആണോ ഫ്ലോറിഡയാണോ? ഇനി സത്യം അറിയോ? വേറെ സത്യം പറയട്ടെ, ഞാൻ ഇന്നലെ നൈറ്റ് വന്ന അതിന് ഞാൻ ഇവിടെ കിടന്നറിയോ? അന്നക്കൊച്ചിന് നേരെ ഓപ്പോസിറ്റ് റൂമില് പറ്റിച്ചു. അന്നക്കൊച്ചി സക്സസ്ഫുള്ളി നമ്മൾ പറ്റിച്ചു കേട്ടോ, അല്ലേടി? അന്നക്കൊച്ചി ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുവാണേ ഇതെന്നാ സംഭവിക്കുന്നേ, ഇത് ഡ്രീം ആണോ എന്ന് കൊച്ചു ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. എന്നാൽ പിടിച്ചോ, ഡ്രീം അല്ല, വെയിറ്റ് ഉണ്ടല്ലോ. നാളെ കേട്ടോ, നമ്മൾ നേരെ വൈകിട്ട് ഫിഷിങ്ങിന് പോവാം. നേരെ പോകുന്നു, റെഡി ആകുന്നു. ഇന്ന് നൈറ്റ് കേട്ടോ. ഞാനാണെങ്കിൽ അന്നക്കൊച്ചിന് ഇടാനായിട്ടൊരു കുട്ടി ചൂണ്ടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ഒരു ചൂണ്ട കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കിടുക്കാച്ചൊരു ചൂണ്ട. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് അറ്റ്ലാന്റ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടുന്ന് ഏകദേശം 6 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. ഇവിടെ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നടന്നുണ്ടല്ലോ ഈ ഒരു പിയറിന്റെ സെന്ററിലെത്തി. ഇവിടെ കേട്ടോ, യെസ്